കൃത്യമായി ഉത്തരം കൊടുക്കാൻ കഴിയണം. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈശ്വരനുണ്ടോ എന്നാണ് ചോദ്യം. ഈശ്വരനുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു, നിങ്ങൾ പക്ഷെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഈശ്വരനുണ്ട് എന്ന് തന്നെയാണ് ഞാനും പറയുന്നത്. അപ്പോൾ നമ്മളൊക്കെ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയോ? മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും എല്ലായിടത്തും ആരിരിപ്പുണ്ട്? ദൈവം ഇരിപ്പുണ്ട്, യാതൊരു സംശയവുമില്ല. അവൻ നമ്മുടെ ഉള്ളിലും ഇരിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾക്കറിയാൻ പറ്റും. ഉദാഹരണത്തിന് ഈ നാടിന്റെ പേരെന്താ? കൊടുവായൂർ അല്ലേ? ഇവിടെ കുളമുണ്ടാകും ഇല്ലേ? കുളത്തിൽ വെള്ളമുണ്ട്. ഓവുചാലുണ്ടെങ്കിൽ ആ ഓവുചാലിൽ വെള്ളമുണ്ട്. തോടുകളിൽ വെള്ളമുണ്ട്. പുഴയിൽ വെള്ളമുണ്ട്. ഈ വെള്ളം നിങ്ങൾക്ക് കുടിക്കാൻ ഉപയോഗിക്കാറുണ്ടോ? ഇല്ല. നിങ്ങൾക്കൊരു ഗ്ലാസ് വെള്ളം കുടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യാ? സ്വന്തം വീടിനോട് ചേർന്നുള്ള കിണറിൽ നിന്നും വെള്ളമെടുത്ത് വേണം കുടിക്കാൻ. അത് നിങ്ങൾക്ക് യാതൊരു സംശയമില്ല, ധൈര്യത്തിൽ കുടിക്കാൻ. അപ്പോൾ നമ്മുടെ സന്തോഷത്തിന്, നമ്മുടെ സംതൃപ്തിക്ക് വേണ്ടി നമ്മൾ കുഴിച്ചതാണ് ആ കിണർ, അല്ലെങ്കിൽ നമ്മുടെ അച്ഛനോ അമ്മയോ ഉണ്ടാക്കിയതാണ് ആ കിണർ. അവിടെ നമുക്ക് ധൈര്യത്തിൽ വെള്ളം കുടിക്കാം. അതിലാണ് നമുക്ക് സന്തോഷം.